അപ്പോൾ അത് നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ മഞ്ഞൾ പറിച്ച് ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പ്രത്യേകം ചെയ്യുന്നത് എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ വീട്ടാവശ്യത്തിന് എന്തായാലും ഒരു വർഷത്തേക്ക് സുഖമായിട്ടുള്ള മഞ്ഞൾ എനിക്ക് കിട്ടും. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മഞ്ഞൾ നടാനാണ് പോണത് കേട്ടോ. കാരണം ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്തു, മണ്ണൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ഞളിൻ്റെ മുളകളും വന്നു തുടങ്ങി. അപ്പോൾ ഇന്ന് മഞ്ഞൾ നടാൻ നിൽക്കണം. അപ്പോൾ ഈ സ്ഥലത്താണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പണ്ട് കൂവ നട്ടിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കിടന്നു കഴിഞ്ഞിട്ട് കൂവ മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതൊന്ന് കഴിഞ്ഞപ്പോൾ നമ്മളിത് പയറ് നട്ടു. ഓരോന്നും അങ്ങനെ നട്ടു. അപ്പോൾ ഇത് കളഞ്ഞതിന് ശേഷം നമുക്ക് മഞ്ഞളിന് വാരം കോരി എടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഇത് പറിച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ മഞ്ഞളിൻ്റെ വാരം കോരിയ ശേഷം ഇടാം നമുക്ക്. ഇടാനുള്ള സ്ഥലത്തിൻ്റെ മുമ്പ് പയർ നട്ടിരുന്ന സ്ഥലം അതിൻ്റെ വള്ളികളൊക്കെ വലിച്ചു കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് ഇതിന് മഞ്ഞൾ നടാനുള്ള വാരം കോരി റെഡിയാക്കി തയ്യാറാക്കണം ആദ്യം തന്നെ കേട്ടോ. പിന്നെ അതും തന്നെയല്ല, ഇതിലിപ്പോൾ പല കൃഷികൾ ചെയ്തതിൻ്റെ കൂവ പയർ ഇതൊക്കെ ചെയ്തതിൻ്റെ പേരിൽ നല്ല പോലെ വളമുള്ള മണ്ണാണ് കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ വളമുള്ളതിൻ്റെ പേരിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഓരോ കൃഷികൾ ചെയ്യുമ്പോഴും എടാ നല്ല ഇതല്ലേ, നല്ല വളമുള്ള മണ്ണാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്ന് ചേഞ്ച് ചെയ്ത് നട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ചെടികൾ നടുമ്പോൾ വളം കുറവ് തന്നെ ഇട്ടാൽ മതി. ഇതൊന്ന് കീറി കൊടുക്കട്ടെ എടാ. മഞ്ഞളിൽ തോടൊന്ന് എടുത്ത് ക്ലീൻ ആക്കട്ടെ. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മണ്ണൊന്ന് ഇളക്കിയിടാം. നമ്മൾ വാരം കോരി ഇട്ടതിൻ്റെ പേരിലായാലും മണ്ണിളക്കം ഉണ്ട് എന്നിരുന്നാലും നമ്മൾ പുതിയ വിത്ത് നടുമ്പോൾ മണ്ണ് ഇങ്ങനെ ഇളക്കിയിടുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൽ നിന്നല്ല കേട്ടോ, ഏത് വിത്ത് നടാണെങ്കിലും മണ്ണിളക്കം ഉണ്ടെങ്കിലേ നമുക്ക് നല്ല വിത്തുകളായിട്ട് വരുള്ളൂ. അല്ല കായ്ബലൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മണ്ണിൻ്റെ അടിയിലുണ്ടാവണതല്ലേ. അപ്പോൾ മണ്ണ് എപ്പോഴും ഇളകണം. അത് നമ്മൾ ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കാനും നല്ല സുഖമായി. കാരണം മഴ കിട്ടിയതിൻ്റെ പേരിലേ മണ്ണ് നന്നായിട്ട് ഇതായിട്ടുണ്ട്, കളിക്കാൻ പറ്റുന്ന പരിവായി. അതിൻ്റെ പേരിൽ ഇന്ന് തന്നെ നടാന്ന് വെച്ചാൽ നമ്മൾ മണ്ണ് ഇളക്കിയതിന് ശേഷം ആദ്യം തന്നെ കുറച്ച് ചാരം ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ചാണപ്പൊടിയും കൂടി ഇടാം കേട്ടോ. നല്ല മണ്ണിൽ നല്ല വളം ഉള്ളതാണ്. എന്നിരുന്നാലും ഒന്ന് ഇടാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കൂടുതലൊന്നും നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് ദിവസം തൂളി കൊടുക്കാം ഇതേമാതിരി. എന്നിട്ട് നമുക്ക് മണ്ണൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് നടാനായിട്ട് നമ്മുടെ മഞ്ഞൾ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഭൂമിയിൽ വളം ഉണ്ടാവും ചെയ്യും. ഇനിയിപ്പോൾ ഇത് പറിച്ച് കഴിഞ്ഞതിന് ശേഷം വേറെ ഏതെങ്കിലും നടുമ്പോഴും വളമൊക്കെ കുറച്ച് ദിവസം കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചാണപ്പൊടി ഇട്ടു, ചാരം കുറച്ച് ദിവസം ഇട്ടു. ഇനി നമുക്ക് ഒന്നും കൂടി മണ്ണ് ഇളക്കിയും കാഞ്ഞിട്ട് ലെവൽ ചെയ്തിടാം. അപ്പോൾ താഴ്ന്ന ഇതൊക്കെ ഇരിക്കണല്ലേ. അപ്പോൾ നമുക്കൊന്ന് ഇതേമാതിരി ഒന്ന് താത്തി ലെവൽ ചെയ്തിടാം. അപ്പോൾ നമ്മുടെ വളം ഇട്ടതൊക്കെ എല്ലാവിടേക്കും ആവും ചെയ്തു, മണ്ണിൻ്റെ അടിയിലും പോയി. ശരിയല്ല, ഇതേമാതിരി ഒന്ന്. അപ്പോൾ മണ്ണൊക്കെ കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ വെള്ളക്കെട്ടൊന്നും ഉണ്ടാവില്ല. ഇതേമാതിരി കണ്ട, ഇതേമാതിരി ഒന്ന് ലെവൽ ചെയ്തോ. ഈ സൈഡിൽ അടച്ച ലെവൽ ചെയ്തോ സ്ഥലത്ത് അതേമാതിരി ലെവൽ ചെയ്തിടാം. മണ്ണിനൊന്ന് വലിക്കുക, അങ്ങനെയും വേണമെങ്കിൽ പറയാം. ഇല്ലാത്ത സ്ഥലത്തേക്ക് മണ്ണാവും ചെയ്യും. കൂന പിടിച്ച് കിടക്കുന്നിടത്തുനിന്ന് മണ്ണിങ്ങോട്ട് പോരും ചെയ്യും കേട്ടോ. അതിന് ശേഷം നമുക്ക് മഞ്ഞൾ നടാം.
വളമിട്ടതിന് ശേഷം മണ്ണ് ലെവൽ ചെയ്യലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾ നടാനുള്ള ഓരോ ചെറിയൊരു കുഴിച്ച് റെഡിയാക്കി വെക്കാം. അപ്പോൾ ആ മഞ്ഞൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ ഇടാം. ഇതേമാതിരി ഓരോ കുഴി എടുത്തിടാം. ഓരോ അകലം കുറച്ച് ഈശ മതി കേട്ടോ. ഒരു അകലം വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്തിടാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ശേഷം നമുക്ക് മഞ്ഞൾ നടാം. ഇതാ കൂയൊക്കെ പറിച്ച് പോയി, കാലം കുറച്ചായി, എന്നിട്ടും കോഴി ഉണ്ടായി കിടക്കണത് കേട്ടെ. എന്തെന്നാ പറയുക, ഇതേമാതിരി ഇതിൻ്റെ ആക്കലപ്പോൾ എന്തെന്നാ പറയുക, നടുമ്പോൾ ഒരടി ഇതാണ് മാവിൻ്റെ വേരണത്. ഒരടി ഗ്യാപ്പ് വെച്ചും കാഞ്ഞിട്ട് നീളത്തിൽ മതി മഞ്ഞൾ നടാനായിട്ട്. വല്ലാണ്ട് ദൂരവും വല്ലാണ്ട് അടുത്തും നടണ്ട. കാരണം മഞ്ഞളൊക്കെ മണ്ണിളക്കുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടമാനം ഉണ്ടാവും. മണ്ണിൻ്റെ ഇളക്കം പോലെ ഇരിക്കും വിത്തുകളുണ്ടാവണതേ. അപ്പോൾ അത് നമ്മൾ കുഴിയും കുഴിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ മഞ്ഞളാണ് നമ്മൾ നടാൻ പോകുന്നത് കേടാ. ഇത് ഞാൻ പറിച്ച അന്ന് തന്നെ ഒരു കാർഡ്ബോർഡ് പെട്ടി എടുത്ത് കഴിഞ്ഞിട്ട് അതിലിട്ട് വെച്ചിരുന്ന മഞ്ഞളാണ് ഈ കാണുന്നത്. എല്ലാം മുള വരുന്നുണ്ട് കേടാ, എല്ലാം മുള വരുന്നുണ്ട്. ഒരു മഞ്ഞൾ പോലും നമുക്ക് ഇന്ന് പാഴായി പോവില്ല. എങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് സുഖമായിട്ട് നടാൻ പറ്റും കേട്ടോ. പിന്നെ മഞ്ഞൾ നമ്മൾ പറിച്ച് ഒരു കാർഡ്ബോർഡ് പെട്ടിൽ ചിലവർ മണലിലിടും, ഇതൊക്കെ പല വിധത്തിലും ചെയ്യുന്നതാണ്. ഞാൻ ഇത് ഈ കാർഡ്ബോർഡ് പെട്ടിൽ മാത്രമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ മഞ്ഞൾ നടേണ്ട സമയം ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ എന്താണ്, മഞ്ഞൾ പറിച്ച് വെച്ച് കഴിഞ്ഞാൽ താനെ നമുക്ക് ആ മഞ്ഞൾ തന്നെ തരും. എന്നെ കൊണ്ട് നടേണ്ട പരിവായിട്ടുണ്ട്, എന്നെ കൊണ്ട് നടാൻ പറഞ്ഞു കഴിഞ്ഞാൽ തരുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഇങ്ങനെ മുള വരുന്നത്. അത് സ്വയമായിട്ട് വരുന്നതാണ്. ആ ടൈമിൽ നമ്മൾ നട്ടാൽ മതി. അപ്പോൾ ഇത് മെയ് മാസം പകുതി ആകുമ്പോഴേക്കും നമുക്കൊരു വേനൽപ്പാല മഴയൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് ആകുമ്പോഴേക്കും ഇതിങ്ങനെ വരും. അപ്പോൾ ആ മെയ് മാസം ലാസ്റ്റ് കൂടി നമുക്ക് നടാൻ പറ്റും കേട്ടോ. നമുക്ക് നടാം. പിന്നെ ഈ മഞ്ഞൾ ഇങ്ങനെ നടണമെന്നില്ല, ഇത്ര മതി മഞ്ഞൾ. ഈ ചെനപ്പൊക്കെ പൊട്ടിച്ച് നമുക്ക് നടാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതാണ്ട ഇതൊക്കെ ഉള്ളത് ഇതിങ്ങനെ മാതിരി എടുത്തും കാഞ്ഞിട്ട് നടാം. അതിനൊന്നൊരു കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ നടണത് ഇങ്ങനെ ആദ്യം തന്നെ ഓരോന്ന് ഇട്ട് പോവാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് വന്നാൽ അല്ലെങ്കിൽ എളുപ്പം, അല്ലെങ്കിൽ കുറേ സമയം പിടിക്കും. ഇതേമാതിരി അത് കുറച്ച് കൂടുതലാണ്. ഇതേമാതിരി വരെ ചെയ്തിട്ടാൽ മതി. അത് തരണം ഇടാം. ഇതിൻ്റെ മേലെ മണ്ണൊന്നും ഇട്ട് കൊടുക്കട്ടെ. ഇപ്പോൾ ഇത് പുല്ലല്ല കേട്ടോ, നമ്മുടെ പയറിൻ്റെ ഇലയാണ് എടുക്കുന്നത്. അതിൻ്റെ പേരിൽ കുഴപ്പമില്ല. ഈ മണ്ണ് നമ്മുടെ കുത്തി മണ്ണ് തന്നെ അവിടെ മൂടിയോണ്ടിടാം. ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇടുന്നുണ്ടെങ്കിലും ഇത് പൊടിച്ചു വന്നതിന് ശേഷം നമുക്ക് ഒരു വളം കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മഞ്ഞളിൽ ഏറ്റവും നല്ലതാണ്. ഒരുപാട് വിളവെടുപ്പിനെ അത് നന്നായിട്ട് ബാധിക്കും. ഇതിപ്പോൾ നമ്മൾ ഇതിട്ട് കൊടുക്കാതെ കൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ട് പോയാലും മഞ്ഞൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒന്നും ചെയ്തില്ല. പിന്നെ മഞ്ഞൾ കൃഷി എന്ന് പറഞ്ഞാൽ കൂടുതൽ കേടുകളോ അങ്ങനെയൊന്നും വരാത്തൊരു കൃഷിയാണ്. നമുക്ക് എല്ലാവർക്കും ചെയ്യാനും പറ്റണൊരു കൃഷിയാണ്. കാരണം കേടില്ല, കൂടുതൽ വളങ്ങൾ വേണ്ട. പറമ്പിലുണ്ടെങ്കിൽ പറമ്പിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ എങ്ങനെ വേണമെങ്കിലും വളർത്താനും പറ്റണൊരു ഇതാണ്. ഏറ്റവും നല്ലതല്ലേ മഞ്ഞപ്പൊടി. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി അതിൽ നിന്ന് മഞ്ഞപ്പൊടി എടുക്കാന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു കാര്യം അത് ഇടാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെ മഞ്ഞൾ നടുന്നത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇടാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇവിടെ നമ്മുടെ പയറ് നമ്മൾ വലിച്ചു കളഞ്ഞ തണ്ടില്ലേ, അപ്പോൾ ഏതെങ്കിലും തൂപ്പുകൾ കിട്ടാൻ മതി. പയറിൻ്റെ തണ്ട് തന്നെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പയറിൻ്റെ തണ്ട് കൊന്നര തണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ആദ്യം അതിവിടെ നമ്മൾ പറിച്ച് ഇവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആടാ ഇതങ്ങോട്ട് കൊണ്ട് ആദ്യം അതിന് ഇട്ട് കൊടുത്തല്ലേ നല്ലതാണ്. അത് വളമായി പാരും ചെയ്യും, മഞ്ഞളിൽ ഇപ്പോൾ ഇതായിട്ട് കിട്ടും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ മഞ്ഞളുടെ കൃഷി ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇത് മാവിൻ്റെ ഇല. മാവിൻ്റെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ മാവ് ഇപ്പോൾ വെട്ടാൻ പാടില്ല, പക്ഷേ ഞാൻ നമ്മുടെ വീടിൻ്റെ അവിടേക്ക് ഒക്കെ ചാഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വർഷക്കാലം വെച്ചല്ലേ, അപ്പോൾ അതിൻ്റെ പേരിൽ അതിൻ്റെ കൊമ്പ് കിട്ടി. അപ്പോൾ അതിൻ്റെ തൂപ്പ് ഇതിൻ്റെ കടക്ക് തന്നെ ഇടാമെന്ന് വെച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മഞ്ഞൾ നടുന്നത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ തൂപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഇനി മുള വരുമ്പോഴും ഡയറക്റ്റ് അതിൻ്റെ മേലേക്ക് കുത്തും കൊള്ളില്ല. പിന്നെ അതല്ല ഇല അവിടെ കിടന്നുകൊണ്ട് ചീഞ്ഞും കാഞ്ഞ് അതിന് വളവും ചെയ്യും. പിന്നെ നമുക്ക് ഇത് മുളയൊക്കെ വന്നതിന് ശേഷം ചാണകപ്പൊടി ഞാൻ എനിക്കുള്ളതിൻ്റെ പേരിലും ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ചാണകപ്പൊടിയാണ്. അതിൻ്റെ പേരിലാണ് ഞാൻ ചാണകപ്പൊടി തന്നെ ഇടുന്നത്. അപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ വേറെ വളങ്ങൾ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം എൻ്റെ മഞ്ഞൾ നടുന്നത് ഈ വർഷത്തെ ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, കുറച്ചും കൂടി ഉണ്ട്. അത് വേറൊരു സ്ഥലത്തും കൂടി നടാനുണ്ട്. നട്ടതിൻ്റെ ശേഷം കുറച്ച് മഞ്ഞൾ ബാക്കി ഉണ്ടായിരുന്നത് നമ്മൾ ഇവിടെ അത് നട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതേമാതിരി തന്നെ അവിടെ ചെയ്ത അതേമാതിരി തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മഞ്ഞൾ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊരു ദോഷവും വരാറില്ല, നല്ല വിളവെടുപ്പ് കിട്ടാറുമുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ മണ്ണ് ഇളക്കം വേണമെന്ന്. ആ മണ്ണ് ഇളക്കം നമ്മൾ പരമാവധി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഗ്രോ ബാഗിൽ ഇട്ടാലും നന്നായിട്ട് തന്നെ ഉണ്ടായി കിട്ടും. പിന്നെ ഇത് നമ്മുടെ മഞ്ഞൾ മുളച്ച് വന്ന് നല്ല രീതിയിൽ ഇലയായിട്ട്, അതായത് ഈ കുവര ഇലയായിട്ട് നിൽക്കണുണ്ട്, അതേമാതിരി ഇലയായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിനൊരു വളം കൂടി കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾ കൃഷി നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, യാതൊരു കേടുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ മഞ്ഞൾ ഞാൻ നടുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ മെയ് മാസത്തിൽ നട്ട മഞ്ഞളുണ്ട്, അതിൻ്റെ വിളവെടുപ്പ് ഇന്ന് നടത്താമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് വീഡിയോയിൽ കാണാൻ പറ്റാം. അപ്പോൾ അതെ, നമ്മൾ മണ്ണിൽ നട്ടിരുന്ന മഞ്ഞളാണ് ഈ കാണുന്നത് കേട്ടോ. ഈ മാതിരി ഉണങ്ങി നല്ല ക്ലിയർ ആയതിന് ശേഷം മാത്രമാണ് മഞ്ഞൾ ഈ ടൈമാകുമ്പോൾ പറക്കുക കേട്ടോ, വിളവെടുപ്പ് നടക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഇതിന് കളഞ്ഞിട്ട് വിളവെടുപ്പ് നടത്താം കേട്ടോ. നല്ല മഞ്ഞളുകളുണ്ട് കേട്ടോ. അവിടെ ഇതാകുമ്പോൾ കേട്ടോ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് പറിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പറിച്ച് നോക്കാം കേട്ടോ, ഉണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കാം. നല്ല മഞ്ഞളാണ് കേട്ടോ, നല്ല വലുപ്പത്തിൽ തന്നെ വിളവെടുപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് പറിച്ച് നോക്കാം. ഇതേമാതിരത്തെ മഞ്ഞൾ നമുക്ക് കൃഷി ചെയ്തും കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ തന്നെ വിളവെടുപ്പൊക്കെ നടത്തി നമ്മൾ സ്വന്തമായിട്ട് കഴുകി ക്ലീനാക്കി പൊടിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള പൗഡർ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ചെയ്യാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇല്ലേ, നല്ല മഞ്ഞളാണ്, നല്ല വലുപ്പമുണ്ട്. അല്ലെങ്കിൽ വെറുതെ ചെറിയ ചെറിയ ഇതാ വരാറ്.
പിന്നെ നമുക്ക് മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പല രൂപത്തിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇതങ്ങനെ തന്നെ നമ്മൾ ക്ലീനാക്കി എടുത്തുങ്ങാൻ ഇവിടുന്ന് തന്നെ കൊണ്ടുപോയിട്ട് ഇത് കഴുകി നന്നായിട്ട് ഉണക്കി ഇതായതിനു ശേഷം പൊടിച്ചെടുക്കണ ടീമുണ്ട്. പിന്നെ ഒന്ന് ഈ ചൂടുവെള്ളത്തിലിട്ട് ഇതാക്കി അരിഞ്ഞ് അങ്ങനെയും ഇതാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചിലവൊന്നും വലിയ കാര്യമായിട്ട് ഇല്ലാത്തതല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല മഞ്ഞപ്പൊടി എടുത്ത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാമല്ലോ. അവിടെ ഓക്കെ. അപ്പോൾ നമ്മുടെ മഞ്ഞൾ പറിച്ച് കഴിയാറായിട്ടുണ്ട് കേട്ടോ. 2 കട കൂടി പറിച്ചാൽ നമ്മുടെ മഞ്ഞൾ പറിച്ച് കഴിയും. മറ്റുമൊക്കെ ക്ലീനൊക്കെ ആക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ വിത്ത് കംപ്ലീറ്റ് എടുത്ത് മാറ്റി വയ്ക്കണം. എന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ. ചെറിയ കൊച്ചൊരു വാരത്തിൽ നിന്ന് പറിച്ച മഞ്ഞളാണ് ഈ കാണുന്നത്. നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ മഞ്ഞൾ ഇതിൽ നിന്ന് എടുക്കാം. പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഏറ്റവും നല്ല മഞ്ഞളൊക്കെ നോക്കി കാണിട്ട് നമുക്ക് വിത്തിന് എടുത്ത് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഇത് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വിത്തിനൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ മഞ്ഞൾ പറിച്ച് ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പ്രത്യേകം ചെയ്യുന്നത് എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ വീട്ടാവശ്യത്തിന് എന്തായാലും ഒരു വർഷത്തേക്ക് സുഖമായിട്ടുള്ള മഞ്ഞൾ ഈ കിട്ടും. പൊടിച്ച് ഇനിയിപ്പോൾ ഒന്നതിൽ കൂടി നന്നായിട്ടൊന്ന് കഴുകി നമ്മളൊന്ന് തിളപ്പിച്ച് വെള്ളം ഒന്ന് ചൂടാക്കി അതിൽ ഇട്ട് കാഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞും കാഞ്ഞ് ഉണക്കി നല്ല വൃത്തിയായിട്ട് ഉണക്കി അതിന് ശേഷമാണ് നമ്മൾ പൊടിപ്പിക്കാനെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പൊടിപ്പിക്കാൻ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കടഭാഗം നമ്മൾ വിത്ത് മാത്രമല്ല കടഭാഗം ഇതേമാതിരി ക്ലീനാക്കി കാഞ്ഞിട്ട് ഈ പുഴുങ്ങണിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും കൂടി ഇതൊക്കെ കളയാം. എന്നിട്ട് വേണം വൃത്തിയാക്കിയിട്ട് നമുക്ക് പൊടിപ്പിച്ചെടുക്കാനായിട്ട്. ഞാൻ ചെയ്യുന്നതാണ് ഈ വെള്ളം ചൂടാക്കി ചെയ്തും കാഞ്ഞിട്ട് ക്ലീനാക്കിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ. ഇതല്ലാതെ കണ്ട് നമുക്ക് ഇത് തന്നെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നല്ല ഇതിൽ തന്നെ വെയിലിൽ തന്നെ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം പൊടിച്ച് അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മഞ്ഞൾ നമുക്ക് മൂത്ത് കറക്റ്റായിട്ട് കിട്ടണം. ഇതിൻ്റെ കളർ കണ്ട നമ്മൾ നല്ല കളറായിട്ട് കിട്ടണല്ലേ. അതാണ് നമ്മൾ ഈ ടൈമിൽ പറിച്ച് കഴിഞ്ഞാൽ കിട്ടണത് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതേമാതിരി കൃഷി ചെയ്യുക. എന്തായാലും മണ്ണിളക്കം വേണമെന്നുള്ളതാണ്. ചാണകം ഇടുന്നത് നിർബന്ധമാണ്. അപ്പോൾ അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് തന്നെ കണ്ടില്ല, നിങ്ങൾ കണ്ടില്ല, ഒരു ചെറിയ വാരത്തിന് ഇത് കിട്ടിയ മഞ്ഞളാണ് കാണുന്നത്. പിന്നെ അടുപ്പിക്കാനുള്ളതാണ് നമ്മൾ കഴുകി വെച്ചിട്ടുള്ളത്. ഇത് വിത്തിനെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടാ. അപ്പോൾ നല്ല വിത്തുകൾ നോക്കി തിരഞ്ഞ് നമ്മൾ നമ്മുടെ വിത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നമുക്ക് ആവശ്യമുള്ള വിത്ത് എത്ര നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത്ര വിത്ത് നമുക്ക് നടാനായിട്ട് ഞാൻ ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ മെയ് മാസത്തിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് മാസം ഫസ്റ്റോട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പറിച്ചിട്ടില്ലേ. അപ്പോൾ ആ ടൈമിൽ സുഖമായിട്ട് പറിച്ച് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ ഏറ്റവും എളുപ്പവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ട് കേടുപാടുകളില്ലാതെ കണ്ടും ഒരു നഷ്ടമില്ലാത്തത് കൊണ്ട് അഡീഷണലാണ് നമുക്കിത് മഞ്ഞളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പീടികകളിൽ നിന്നൊക്കെ മേടിക്കുന്നേക്കാൾ നല്ല മഞ്ഞപ്പൊടി എന്തായാലും നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് പറ്റുന്ന സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും നല്ലതാണ് കേട്ടോ. ഒരാൾക്കൊന്നും മാത്രമല്ല എല്ലാവർക്കും നല്ലതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് എൻ്റെ മഞ്ഞളിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി മഞ്ഞൾ അടുത്ത വർഷം എടുക്കാൻ പറ്റൂടാ, ഗ്യാരണ്ടി.